കൊല്ലം കൊട്ടിയത്ത് മൈലക്കാടിന് സമീപം ദേശീയപാത തകർന്നു. സംരക്ഷണ ഭിത്തി തകർന്ന് സർവീസ് റോഡുകൾ പിളർന്നുമാറി. മൈലക്കാട് പാലത്തിന് സമീപത്തെ അപ്രോച്ച് റോഡിൽ ഗർത്തം രൂപപ്പെട്ടു. സ്കൂൾ ബസ് ഉൾപ്പെടെ 4 വാഹനങ്ങൾ സർവീസ് റോഡിൽ അകപ്പെട്ടു. ബസ്സിലുണ്ടായിരുന്ന വിദ്യാർത്ഥികളെ സുരക്ഷിത സ്ഥാനത്തേക്ക് മാറ്റി. കൊട്ടിയം മൈലക്കാടിന് സമീപം നിർമ്മാണത്തിലിരിക്കുന്ന ദേശീയപാതയാണ് ഇടിഞ്ഞു താഴ്ന്നത്. ദേശീയപാതയുടെ സംരക്ഷണ ഭിത്തി സർവീസ് റോഡിലേക്ക് ഇടിഞ്ഞു താഴ്ന്നു. ഇതോടെ സർവീസ് റോഡിൽ വലിയ വിള്ളലുകൾ രൂപപ്പെട്ടു. സ്കൂൾ ബസ് ഉൾപ്പെടെ 4 വാഹനങ്ങൾ സർവീസ് റോഡിൽ കുരുങ്ങി. സ്കൂൾ ബസ്സിലുണ്ടായിരുന്ന 30ഓളം വിദ്യാർത്ഥികളെയും 3 കാറുകളിലുണ്ടായിരുന്നവരെയും രക്ഷപ്പെടുത്തി. ദേശീയപാത ഇടിഞ്ഞു താഴ്ന്നതോടെ കുടിവെള്ള പൈപ്പ് ലൈനുകളും പൊട്ടി. ഇതേ തുടർന്ന് പ്രദേശത്ത് കുടിവെള്ള വിതരണവും പൂർണ്ണമായി നിലച്ചു. റോഡ് തകർന്നതോടെ ദേശീയപാതയിലെ ഗതാഗതം പൂർണ്ണമായി നിലച്ചിട്ടുണ്ട്. ദേശീയപാത തകർന്നതിനെ തുടർന്ന് പ്രതിഷേധവുമായി വിവിധ സംഘടനകളും രംഗത്തെത്തി. അപകട സ്ഥലത്ത് ഉയരത്തിലൂടെയാണ് 6 വരിപ്പാത കടന്നുപോകുന്നത്. നിർമ്മാണം നടക്കുന്നതിനാൽ ഇരുഭാഗത്തെയും സർവീസ് റോഡുകൾ വഴിയായിരുന്നു ഇവിടെ ഗതാഗതം നടത്തിയിരുന്നത്. സംരക്ഷണ ഭിത്തി ഇടിഞ്ഞു താഴ്ന്നതോടെയാണ് സർവീസ് റോഡ് പൂർണ്ണമായി തകർന്നത്. 3 ദിവസത്തിനകം മാത്രമേ റോഡിലൂടെയുള്ള ഗതാഗതം സുഗമമാക്കാൻ കഴിയൂ എന്ന് ബന്ധപ്പെട്ടവർ അറിയിച്ചു. ദേശീയപാത തകർന്ന സംഭവത്തിൽ അന്വേഷണത്തിന് ഉത്തരവിട്ടതായി മന്ത്രി PA മുഹമ്മദ് റിയാസ് അറിയിച്ചു. സംബന്ധിച്ച് റിപ്പോർട്ട് നൽകാൻ പൊതുമരാമത്ത് സെക്രട്ടറിക്ക് നിർദ്ദേശം നൽകി. ന്യൂസ് ബ്യൂറോ, കൊല്ലം.